കുറച്ച് കാലങ്ങൾക്ക് മുൻപ് അൻവിൻ ജോസിൻ്റെ പേരും പറഞ്ഞ് അൻവിൻ ജോസിൻ്റെ റിയൽ ലൈഫ് എക്സ്പോസ് ചെയ്തെന്നും പറഞ്ഞ് ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിരുന്നു. അന്ന് നമ്മളും ഈ വീഡിയോയെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു സിംഗിൾ സിഗ്മ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു പരത്തി ആൾക്കാരിൽ നിന്ന് പലതരത്തിലുള്ള സ്കാമിലൂടെ പൈസ അടിച്ചു മാറ്റുന്ന ഒരാളാണ് അൻവിൻ എന്നാണ് അന്ന് പലരും പറഞ്ഞു നടന്നിരുന്നത്. പക്ഷേ അന്നും ഇന്നും അതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അൻവിൻ എല്ലാത്തിനുള്ള കണക്ക് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. സോ തൻ്റെ ബിസിനസ്സുകളെക്കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ കണക്ക് അൻവിൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറയാത്ത കാര്യങ്ങളും പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് അൻവിൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് നോക്കാം. മീറ്റ് മിസ്റ്റർ അൻവിൻ ജോസ്. അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ എനിക്കെതിരെ വന്ന ഒരു പവർഫുൾ വീഡിയോ ആണത്. അത്രയ്ക്ക് ശക്തമായി എനിക്കെതിരെ സംസാരിച്ച അനന്ത് സുൽജിത്ത് എന്തുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ചെയ്തില്ല? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എന്നെ അറിയാത്ത ഒരാൾ എന്നെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നത് അയാളോടാണോ, അതോ എന്നെക്കുറിച്ച് ഫാബ്രിക്കേറ്റഡ് പ്രൂഫ്സ് എല്ലാം അനന്തുവിന് അയച്ചു കൊടുത്ത വ്യക്തിയോടാണോ? യെസ്, മീറ്റ് മിസ്റ്റർ അശ്വിൻ വർഗീസ് ജോൺ. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് പലരെയും മുന്നിൽ നിർത്തി എനിക്കെതിരെ ബിഹൈൻഡ് ദ സീൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അനന്തുവിന്റെ ആദ്യത്തെ വീഡിയോ വരുന്നതിന് മുമ്പ് എന്നോട് സംസാരിക്കണമെന്ന് അനന്തു ആവശ്യപ്പെട്ടപ്പോൾ പോലും അത് സമ്മതിക്കാതെ തന്ത്രപരമായി അത് ഒഴിവാക്കിക്കൊണ്ട് എന്റെ തകർച്ച ആസ്വദിക്കുകയായിരുന്നു അശ്വിൻ ജോൺ. അനന്ത് സുൽജിത്ത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിന്റെ പേരിൽ ഒരു ഫീമെയിൽ ഇൻഫ്ലുവൻസറെ വിളിച്ചിട്ട് എനിക്കെതിരെ ഫേക്ക് ഹറാസ്മെന്റ് കേസ് കൊടുക്കാവുന്ന ഒരു അശ്വിൻ ജോൺ ചോദിച്ചു. ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ ഐ ഡെയർ അശ്വിൻ ടു ബ്രിങ് അപ്പ് എ ചലഞ്ച് അഗെയിൻസ്റ്റ് ദിസ്. പ്രൂഫ് ഞാൻ നേരത്തെ തരാം. ഇത് വെറുതെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. എനിക്കെതിരെയും എന്റെ കമ്പനികൾക്കെതിരെയും ഇത്രയും പേരെ കൊണ്ട് കള്ളം പറയിപ്പിച്ച് അശ്വിൻ പറഞ്ഞെന്ന് കേട്ടു നോക്കി. ഞാൻ പിന്നെ കുറച്ച് എന്റെ ബിസിനസ് പുഷ് ചെയ്തില്ല. എങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഭണ്ഡാരം. ഇവൻ ഈ പറയുന്ന പോലെ റവന്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ ബിസിനസ് കിട്ടിയാൽ തന്നെ എനിക്ക് ജോലിക്ക് വേണ്ട. അണ്ണൻ്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് കിട്ടിയാൽ കത്തും. എന്റെ കമ്പനിയുടെ ഇൻകം ഫയലിംഗ് ആണ് പുള്ളിയുടെ സെറ്റിൽമെന്റ്. പിന്നെ എന്തിനായിരിക്കും പുള്ളിക്ക് എന്നോട് ഇത്ര വിരോധം? ബാക്കിൽ നിന്ന് കളിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് എ പിംപ് അല്ലേ? ഇനി പോഡ്കാസ്റ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണോ? കോൾ മീ എ സ്കാമർ, ബട്ട് വൈ ഇസ് നോ വൺ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് മീ? എവിടെ വിക്ടിംസ്? എവിടെ? ഓട്ടോസ്പാ എക്സ്പ്രസിലെ കുറച്ച് വ്യക്തികൾ വളരെ റീസെന്റ് ആയിട്ട് എനിക്കെതിരെ വീഡിയോസ് ഇട്ട് തുടങ്ങി. അവരാണോ വിക്ടിംസ്? അതിൽ 4 പേർക്കാണ് പ്രധാനമായിട്ടും പ്രശ്നമുള്ളത്. അച്ഛൻ ജയിലിലാന്ന് എന്റെ അടുത്ത് കള്ളം പറഞ്ഞ് പൈസ റീഫണ്ട് കളക്ട് ചെയ്ത സൂരജ് കൊടക്കാട്ട്, വൈകിട്ട് പബ്ജി കളിക്കാൻ വേണ്ടി വർക്കിന് പോവാതിരിക്കുന്ന ഡിബു പരിയാരത്ത്, ഓട്ടോസ്പാ എക്സ്പ്രസിന്റെ വാനുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ട് റീഫണ്ട് ചോദിക്കുന്ന 3 പേര്, അമൽ റോയ്, ഗാവിൻ ജോസഫ്, ഹാരിസ്, വാട്ടെവർ. നിങ്ങൾ ആ ഫണ്ട് എനിക്ക് പേഴ്സണലി അയച്ചു തന്നെന്നും പറഞ്ഞ് കോടതിയെ കബളിപ്പിച്ച് എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി എനിക്കെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ ലെറ്റർ അയച്ചു തരാം. കഴിഞ്ഞ ജാനുവരി നടത്തിയ ഓട്ടോസ്പാ എക്സ്പ്രസ് മീറ്റിംഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്, വിസ വേണമെങ്കിൽ മിനിമം 5000 രൂപയുടെ റവന്യൂ എങ്കിലും വേണമെന്നുള്ളത്. ആ പറഞ്ഞ ക്ലിപ്പൊക്കെ നിങ്ങൾ റീസെന്റ് ഇട്ട വീഡിയോയിൽ ആഡ് ചെയ്യായിരുന്നത് പേടിയാ? അതുപോലെ തന്നെ അനന്ത് സുൽജിത്തിന്റെ വീഡിയോ ജാനുവരി മാസം വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാ, ആ മീറ്റിംഗ് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഈ സ്പോട്ടിൽ ഓട്ടോസ്പാ ക്യാൻസൽ ചെയ്ത് പോവാന്നുള്ളത്. ആരും പോയില്ല. പിന്നെന്തു പറ്റി? നിങ്ങൾ 4 പേരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നോ? അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തെളിവ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അശ്വിൻ വർഗീസ് ജോൺ ഒറ്റയ്ക്കായിരുന്നില്ല എനിക്കെതിരെ കളിച്ചത്. ബിഹൈൻഡ് ദ സീനിൽ UK വേറെ വലിയൊരു ഇൻഫ്ലുവൻസർ, ഹയർ എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞ് നാട്ടിൽ നിന്ന് പിള്ളേർക്ക് കള്ള സർട്ടിഫിക്കറ്റ് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കുഞ്ഞു കള്ളൻ. പുള്ളിയുടെയും കൂടെ റിവീലിംഗ് വേണമെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ ടൈമില്ല, അടുത്ത വീഡിയോ തരാം. അശ്വിനെ പോലെ തന്നെ ബിഹൈൻഡ് ദ സീനിൽ എന്നെ തകർക്കാൻ നോക്കുന്ന ഒരുപാട് പേര് UK എനിക്കറിയാം. നിങ്ങൾ എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, ഞാൻ ഇനിയും ബിസിനസ് ചെയ്ത് തന്നെ ജീവിക്കും. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൻവിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഒരു വീഡിയോ കൂടി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ച് ആരെയും പോയി തെറി വിളിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.